ഈ മകൻ തൊഴാനായിട്ട് ക്യൂ നിൽക്കുമ്പോഴും സെൽഫി എടുക്കുന്ന കൂട്ടുകാരുണ്ടോ? ഞങ്ങൾ മകൻ തൊഴാൻ പോയത് 108 ദുർഗാലയങ്ങളിൽ ഒന്നായ കേരള മൂകാംബിക എന്നറിയപ്പെടുന്ന നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള മുളവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലാണ്. അതിനു മുൻപ് ശബരിമല മുൻ മേൽശാന്തി ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ അവിടെ ഒരു അടിപൊളി നടപ്പന്തൽ സമർപ്പണം ഉണ്ടായിരുന്നു. ഈ മകൻ തൊഴലിന്റെ ഐതിഹ്യം എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? 2 വിധത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഒന്ന്, വില്ലുമംഗലം സ്വാമിയാർക്ക് ദേവി സർവാഭരണ ഭൂഷിതയായി ദർശനം നൽകിയതിന്റെ അനുസ്മരണ ആയിട്ടുള്ള ചടങ്ങാണത്ര. അതുകൊണ്ട് തന്നെ കുംഭമാസത്തിലെ മകൻ നാളിൽ ഉച്ചയ്ക്ക് ശേഷം നട തുറന്ന് തങ്ക ഗോളകയും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ടുള്ള ദേവി ദർശനമാണ് കേട്ടോ നമ്മൾ മകൻ തൊഴലിന് കാണുന്നത്. വേറൊരു ഐതിഹ്യം പറയണത്, പഴയ കാലത്ത് മങ്ങാട്ടുമനയിലെ അന്തർജനം കടുത്ത ബാധാപദ്രവം അനുഭവിച്ചിരുന്നു അത്ര. അപ്പോൾ നമ്മുടെ ചോറ്റാനിക്കരമ്മ മങ്ങാട്ട് മനയിലെത്തി അന്തർജനത്തിനെ അനുഗ്രഹിച്ച് ബാധ ഒഴിപ്പിച്ചു എന്നൊരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ തട്ടകത്തിലെ മുളവള്ളിക്കാവ് ദേവീ ക്ഷേത്രത്തിൽ അന്നേ ദിവസം ഒരു ഉത്സവ പ്രതീകമാണ്. പകല് മാത്രമല്ല കേട്ടോ, മേളവും പ്രസാദ സദ്യയൊക്കെ ഉള്ളത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കാവിൽ ഉണ്ണികൃഷ്ണ വാര്യരുടെയും സംഘത്തിന്റെയും സോപാന സംഗീതം, അതുകൂടാണ്ട് ഗംഭീര താളവരവും അന്നദാനവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു രസകരമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട കേട്ടോ.